ചോറൊന്നും അരയ്ക്കാതെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും നല്ല മൊരിഞ്ഞ ഗീ റോസ്റ്റും എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഇഡ്ലി റൈസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് സാബുദാനയാണ്, അതായത് ചവ്വരി, അതുകൂടി എടുത്തിട്ടുണ്ട്. ഞാനെല്ലാം ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് കഴുകി വെള്ളം ഒഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാനൊരു ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ആണ് ഇത് കുതിർത്തിയെടുക്കുന്നത്. സാബുദാന ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്തണം, ഇല്ലെങ്കിൽ നന്നായി അരഞ്ഞു കിട്ടില്ല. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചത് നമ്മൾ ഇതല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ മിക്സി ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്പം അരയാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വളരെ ചെറിയ തരിതരിപ്പോട് കൂടിയാണ്, വലിയ തരിതരിപ്പ് ഉണ്ടാവരുത്, വളരെ ചെറിയ ഒരു തരിതരിപ്പോട് കൂടിയ ഒരു രീതിയിലാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ രീതിയിൽ അരിയെല്ലാം അരച്ചെടുക്കാം. ഞാനൊരു 3 തവണയായിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എല്ലാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ലാസ്റ്റ് മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകിൽ സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് ഇഡ്ലിക്ക് വേണ്ടിയിട്ട് വേണ്ടത്. ഇനി ഇത് നമുക്ക് പൊങ്ങി വരാനായിട്ട്, ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു 8 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ബാറ്ററെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം, അധികം മിക്സ് ചെയ്യരുത്, ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അതിനായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അതിനി എല്ലാ ഇഡ്ഡലിയുടെ തട്ടുകളിലേക്ക് നമുക്ക് തൂത്ത് കൊടുക്കാം. ഇഡ്ഡലി അടിയിലൊന്നും പറ്റി പിടിച്ചിരിക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇഡ്ഡലി വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ തിളച്ച് വന്നതിന് ശേഷം, ആവി വന്നതിന് ശേഷം വേണം നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മാക്സിമം മതി. അതിനുള്ളിൽ ഇഡ്ഡലി വെന്ത് കിട്ടും. ഒത്തിരി നേരം വെച്ച് ഇഡ്ഡലി ഹാർഡായി പോവും. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് എടുത്ത് മാറ്റാം. വേഗം ഇതൊന്ന് നമുക്ക് ഇഡ്ഡലിയുടെ മോൾഡിൽ നിന്നും കിട്ടുന്നതിനായിട്ട് അതൊന്ന് കമത്തി പിടിച്ചതിന് ശേഷം അതിന് മുകളിൽ അല്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗം വിട്ട് കിട്ടും. നമ്മുടെ ഇഡ്ഡലി ഡ്രൈ ആയി പോവുകയില്ല. ഇനി നമുക്കിത് ഇഡ്ഡലി ഓരോന്നായിട്ട് എടുക്കാം. ഇഡ്ഡലി കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ ഞാൻ പിറ്റേ ദിവസത്തേക്കാണ് ഉണ്ടാക്കിയിരുന്നത്. ഇത് അല്പം കട്ടിയായിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. ഇനി നമുക്ക് ദോശക്കല്ല് ചൂടായോ എന്നറിയാനായിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് അയണിൻ്റെ ദോശക്കല്ലാണ്, അതുകൊണ്ട് ഞാൻ അല്പം എണ്ണ ഒഴിച്ച് സവാള കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. അടിയിലൊന്നും പിടിച്ചിരിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഹോട്ടലുകളിലല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് ഗീ റോസ്റ്റ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഹോട്ടലിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ചെയ്യാം. ദോശ പരത്തിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ അല്പം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ദോശ പതുക്കെ മൊരിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് ദോശക്കല്ലിൽ നിന്നും അത് എടുത്തു മാറ്റാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയാണെന്ന്. ഇനി മറ്റൊരു ദോശ കൂടി ചുട്ട് കാണിക്കാം.
ഇതിന് മുകളിലും അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എണ്ണയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഗീ റോസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഹോട്ടലുകളിൽ കിട്ടുന്നത് പോലെ ഒരു കോൺ ഷേപ്പിൽ ദോശ എടുക്കുന്നതിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. കുട്ടികൾക്ക് അതെല്ലാം കാണുമ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ കിട്ടും. ഈ ദോശയുടെയും ഇഡ്ഡലിയുടെയും റെസിപ്പി നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.